ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൂർവപീഠികയുടെ അവസാന ഭാഗമാണ് ഇന്ന് പഠിക്കുന്നത്. അത് ഒരു വലിയ ന്യാസമാണ്, മഹാന്യാസം എന്ന് പറയും. ന്യാസം എല്ലായിടത്തും ഒന്നും ഇല്ല. ഇത് ഉത്തരേന്ത്യയിലൊന്നും കാണുന്നില്ല, പക്ഷേ ചിലയിടത്തൊക്കെ ഉണ്ട് വിഷ്ണു സഹസ്രനാമത്തിന് ന്യാസമൊക്കെ. അപ്പോൾ അത് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു പോവുക, ഒന്ന് വായിച്ചിട്ട്. അപ്പോൾ അതൊന്ന് വായിക്കാം. ഓം അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യസഹസ്രനാമസ്തോത്ര മഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി അനിഷ്ടുപ്ഛന്ദഃ ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമാൻ നാരായണോ ദേവത അമൃതാംശുൽഭവോ ഭാനിരിതി ബീജം ദേവകീ നന്ദന സൃഷ്ടേതി ശക്തി ഉത്ഭവക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്രഃ ശംഖപൃന്നന്ദകീ ചക്രീതി കീലകം ശാർഗധന്വാഗദാധര ഇതി അസ്ത്രം രഥാംഗപാണിരക്ഷോഭ്യ ഇതി നേത്രം ത്രിസാമസാമകസാമയേതി കവചം ആനന്ദം പരബ്രഹ്മേതി യോനിഃ ഋതുസുദർശനകാല ഇതി ദിഗ്ബന്ധഃ ശ്രീ വിശ്വരൂപ ഇതി ധ്യാനം ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സമസ്ത പാപക്ഷയാർത്ഥേ സഹസ്രനാമജപേ വിനിയോഗഃ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇത്. ഇനി അത് വിശദീകരിച്ച് എന്താണെന്നൊന്ന് നോക്കി പെട്ടെന്ന് ഇതായിട്ട് പോകാം. അതായത് ദക്ഷിണേന്ത്യയിൽ വിഷ്ണു സഹസ്രനാമത്തിന് ന്യാസമൊക്കെ ഉണ്ടെന്ന് പറയുന്നു ചിലരൊക്കെ. നമ്മുടെ ഇഷ്ടദേവതയെ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അത്യന്ത ശ്രദ്ധയോടുകൂടി ആരാധന നടത്താൻ ഭക്തരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ന്യാസമൊക്കെ ആചാര്യന്മാർ കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നത്. അതായത് നമ്മളുടെ അവയവങ്ങളിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ശരീരം ജഡമാണ്. ജഡമായ ഈ ശരീരത്തിനെ പാവനമാക്കാൻ വേണ്ടി തൻ്റെ ആത്മാവും ഇഷ്ടദേവനുമായിട്ട് വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ജപങ്ങളിലൊക്കെ ഋഷിന്യാസം, ചന്ദന്യാസം, ദേവതന്യാസം, ബീജാന്യാസം, ശക്തിന്യാസം, കീലകന്യാസം, വിനിയോഗന്യാസം, കരന്യാസം, അംഗന്യാസം, ദിഗ്ബന്ധ ധ്യാനം, തത്വപഞ്ചപൂജ, വിമോകം, സമർപ്പണം എന്നൊക്കെ വിധികളുണ്ട്. പക്ഷേ വിഷ്ണു സഹസ്രനാമത്തിൽ ഇത് മുഴുവനൊന്നുമില്ല, കുറച്ച് ഇതേ ഉള്ളൂ. അത് എന്താണെന്ന് പറഞ്ഞു പോകാൻ ശ്രദ്ധിച്ച് ഇത് ചെയ്യുക. അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ എന്ന് പറഞ്ഞാൽ ഈ ദിവ്യമായ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ദിവ്യമായ വിഷ്ണു സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രത്തിൻ്റെ എന്ന് നമ്മൾ ഉച്ചരിച്ചുകൊണ്ട് കൈകൾ കൂപ്പി പറയണം. ഇത് പറയുമ്പം കൈകൾ കൂപ്പിക്കൊണ്ട് പറയണം. നമ്മൾ പൂജയ്ക്കൊക്കെ ചെല്ലുമ്പോൾ, അമ്പലങ്ങളിലും ഒക്കെ പൂജയ്ക്കൊക്കെ ചെല്ലുമ്പം തന്ത്രിമാർ, തിരുമേനിമാരൊക്കെ ഇരുന്നിട്ട് കൈ വിരലുകൊണ്ടും കാലുകൊണ്ടും ഒക്കെ എന്തൊക്കെയോ ക്രിയകൾ ചെയ്യൂല്ലേ. പക്ഷേ നമ്മളത് കാണുമ്പോൾ നമുക്കതൊന്നും മനസ്സിലാവില്ല. അതൊക്കെ ഇത് ശരിക്കും നമ്മൾ ചെയ്യാൻ വേണ്ടിയല്ല, നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നതേ ഉള്ളൂ. ഇതാരും അനുകരിക്കുകയോ നിങ്ങൾ ചെയ്തു നോക്കുകയൊന്നും ചെയ്യണ്ട. അപ്പം അസ്യ ശ്രീ വിഷ്ണു ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ എന്ന് കൈകൾ കൂപ്പിക്കൊണ്ട് പറയുക.
ഇനി വലത്തെ കൈവിരലുകളുടെ അഗ്രം കൊണ്ട് മൂർധാവിനെ സ്പർശിച്ചുകൊണ്ട് ഭഗവാൻ വേദവ്യാസനാണ് ഇതിൻ്റെ ഋഷി എന്ന് അർത്ഥം വരുന്ന നമ്മൾ വേദവ്യാസോ ഭഗവാൻ ഋഷി എന്ന് പറയുക, സ്മരിക്കുക നമ്മൾ മനസ്സിൽ. അപ്പം ഇതിൻ്റെ ഋഷി ആരാണ്? ഈ സ്തോത്രത്തിൻ്റെ മന്ത്രദ്രഷ്ടാവാണ്. എന്ന് പറഞ്ഞാൽ സംവിധായകൻ, ഋഷി മന്ത്രദ്രഷ്ടാവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു വേദവ്യാസോ ഭഗവാൻ ഋഷി എന്ന് പറയുന്ന ഗുരുവന്ദനവും കൂടിയാണ്. ഈ മഹാഭാരതം എഴുതിയതും ഭാഗവതം രചിച്ചതും എല്ലാം ഈ വേദവ്യാസ മഹർഷിയാണ്. അതുകൊണ്ട് അപ്പം ഗുരുവന്ദനം കഴിഞ്ഞു. ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വലത്ത് കൈകളുടെ വിരലുകളുടെ അഗ്രം കൊണ്ട് മൂർധാവിനെ സ്പർശിക്കുക. ഇനി ചിലതിടത്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ചിലർ മൃഗമുദ്ര, ചിന്മുദ്രയിൽ അയ്യപ്പസ്വാമിയൊക്കെ ഇരിക്കുന്ന ആ മുദ്രയെ കൊണ്ട് നെറുകയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ആകട്ടെ, ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് വൃത്തമാണ്, ഛന്ദസ്. അപ്പോൾ ഓരോ വരിയിലും 8 വീതം എട്ട് അക്ഷരം വീതം വരുന്ന 4 വരികളുള്ള മന്ത്രം, അല്ലെങ്കിൽ 16 അക്ഷരം വരുന്ന 2 വരിയുള്ള മന്ത്രത്തിനെയാണ്, ആ മന്ത്രങ്ങളാണ് അനുഷ്ടുപ്പ് വൃത്തം. വൃത്തത്തിൽ അനുഷ്ടുപ്പ് ഛന്ദഹ എന്നാണ് പറഞ്ഞത്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ വൃത്തം എന്നർത്ഥം. അപ്പോൾ അനുഷ്ടുപ്പാണ് എന്ന് അത് പറയുമ്പം ചുണ്ടുകളെ വലത് കൈവിരലുകൾ കൊണ്ട് സ്പർശിക്കണം എന്ന് പറയും. വലത് കൈവിരലുകൾ കൊണ്ട് ചുണ്ടിനെ സ്പർശിക്കാം. ആക്ച്വലി സ്പർശിക്കാൻ പാടില്ല, അടുത്ത് കൊണ്ടുചെല്ലുകയേ ആകാവുള്ളൂ. കാരണം സ്പർശിച്ചാൽ പിന്നെ ഇച്ചിലായില്ല, കൈ പിന്നെ ആചമനം ചെയ്യണം, കഴുകാൻ പോകണം. അതുകൊണ്ട് അപ്പോൾ വലത് കൈവിരലുകൾ കൊണ്ട് ചുണ്ടുകളെ സ്പർശിച്ചുകൊണ്ട് അനുഷ്ടുപ് ഛന്ദഹ എന്ന് പറയാം. പിന്നെ ഈശ്വരൻ എല്ലാ ഭൂതങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടെന്ന് ഭഗവാൻ സ്മൃതികളിലൂടെ, വേദത്തിലൊക്കെ കൂടെ സ്മൃതി ന്യായങ്ങളിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആത്മാവ് തന്നെയാണ് മഹാവിഷ്ണു എന്ന് ബോധ്യം വരുത്താൻ വേണ്ടി ശ്രീനാരായണനായ പരമാത്മാവായ മഹാവിഷ്ണു തന്നെയാണ് ഈ മന്ത്രത്തിൻ്റെ ദേവത എന്ന് അർത്ഥം വരുന്ന ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമാൻ നാരായണോ വിഷ്ണു, ആ ശ്രീമൻ നാരായണോ ദേവത എന്ന് സ്മരിച്ചുകൊണ്ട് മാറിടത്തെ തൊടുക. നമ്മളെ മനസ്സിനെ മാറിടത്തെ തൊടുക. അപ്പോൾ ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമാൻ നാരായണോ ദേവത എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ മാർവിടത്തെ തൊടുക. ഇനി ഒരു വൃക്ഷം ഫലം തരുന്ന പോലെ മന്ത്രങ്ങളും ഫലം തരുന്നതുകൊണ്ടും മന്ത്രങ്ങളുടെ സൂക്ഷ്മരൂപ ശക്തിയായ ബീജം, എല്ലാ ശക്തികളും ഈ മന്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അമൃതാംശുൽഭവോ എന്ന നാമം, അതാണ് ഇതിലെ ബീജം. അപ്പം മാറിടത്തിലെ ഹൃദയഭാഗത്തെ സ്മരിച്ചുകൊണ്ട് വലത് കൈകൊണ്ട് തൊടുക. വലത് കൈകൊണ്ട് തൊടുക. ഇനി മാറിടത്തിലെ ഹൃദയഭാഗത്തെ വലത് കൈകൊണ്ട് തൊട്ടിട്ടാണ് ഇത് പറയേണ്ടത്. ഇനി ബീജത്തിലടങ്ങിയ ഉള്ള ആ വീര്യമാണ് ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മത്തിൻ്റെയും ശാന്തിയുടെയും ഉറവിടമാണ് ഈ വീര്യം, ഈ ശക്തി. അപ്പോൾ അതെങ്ങനെയാണ് പറയേണ്ടത്? ദേവകീ നന്ദന സൃഷ്ടേതി ശക്തി എന്നുച്ചരിച്ചുകൊണ്ട് നാഭിയിൽ തൊടുക. നാഭിയിൽ തൊട്ടാൽ മാറിടത്തിൻ്റെ വലതുഭാഗം, അതാണ് അവിടെ തൊടുക. പിന്നെ ഉത്ഭവക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്രഃ, പരമമായ മന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പുക.
അതിൻ്റെ അർത്ഥം സൃഷ്ടിയുടെ ആദ്യത്തെ പടി ക്ഷോഭമാണ്, പരബ്രഹ്മമാകുന്നു ഈ മന്ത്രം എന്ന് കാണിക്കാനാണ് ഇത് പറയുന്നത് കൈകൂപ്പിക്കൊണ്ട്. അപ്പം ഈ ഉത്ഭവക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്രക എന്ന് പറഞ്ഞ് കൈകൂപ്പണം. ഇനി ഈ ഭാവത്തെ ആണി വച്ച് ഉറപ്പിക്കുന്നത് പോലെ ദൃഢമാക്കാനായിട്ടാണ് കീലക മന്ത്രം പറഞ്ഞ് ഹൃദയത്തെ തൊടുക. ഇനി വേറെ ആചാരപ്രകാരം ഛന്ദസ്, ദേവത എന്നിവയ്ക്കൊക്കെ ശക്തി എന്നൊക്കെ പറയുമ്പോൾ നാഭിയിലും കീലകം എന്ന് പറഞ്ഞ് അവനവൻ്റെ പാദങ്ങളിലും തൊടുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട്. അപ്പം ഇതിന് കാരണം പറയുന്ന ഗുരുവിനെ സ്വന്തം ശിരസിൽ വഹിക്കുകയും ഛന്ദസ്, അതായത് വേദത്തെ ഘോഷിക്കുന്ന സ്ഥാനമായ ചുണ്ടുകളെ ഛന്ദസ് എന്ന് പറയുമ്പോൾ സ്പർശിക്കുകയും ദേവതയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും ശക്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉറവിടമായ നാഭിയെ തൊടുകയും കീലകം എന്ന് പറഞ്ഞ് കാലുകൾ തൊടുന്നതും പ്രണാമത്തെ സൂചിപ്പിക്കുന്നു. അപ്പം ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി ദേഹം പാവനമായ ക്ഷേത്രമായി ഭവിക്കുന്നതിനാൽ അതിനെ രക്ഷിക്കാനായി ശാർഗധന്വാഗദാധര ഇതി അസ്ത്രം, ശാർഗധന്വാഗദാധര ഇത്യസ്ത്രം. ശാർഗം എന്ന ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ വില്ലാണ് ശാർഗം, ഗദ എന്ന വേറൊരായുധവും. അപ്പം ഇത് ഉച്ചരിച്ചുകൊണ്ട് വലത്തെ കൈയിലെ ചൂണ്ടാണി വിരലും നടുവിരലും കൂട്ടി കൊണ്ട് ഇടത്തെ കൈപ്പടത്തിൽ അടിക്കുന്ന സമ്പ്രദായം. ഇടത്തെ കൈപ്പടത്തിൽ അടിക്കുക, ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട്, അങ്ങനെ ഒരു ഇതുണ്ട്. ഇനി പാർത്ഥസാരഥിയായ മഹാവിഷ്ണുവിനെയാണ് നേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, കണ്ണുകളിൽ. അപ്പോൾ യുദ്ധക്കളത്തിൽ യോദ്ധാവിനെ തക്ക സമയത്ത് വേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുന്നത് സാരഥിയാണ്. അപ്പോൾ സാരഥിയുടെ ദൃഷ്ടി എല്ലാ ദിശയിലും എത്തേണ്ടതുകൊണ്ട് സദാ ജാഗരൂകനായിരിക്കണം. അതിനാൽ രഥാംഗപാണിരക്ഷോഭ്യ ഇതി നേത്രം എന്ന് ധ്യാനിച്ച് വിരലുകളുടെ അറ്റം കൊണ്ട് കണ്ണുകളെ തൊടുക. ഇനി 3 നാമങ്ങളെ കൊണ്ട് മഹാവിഷ്ണു സ്തുതിക്കപ്പെടുന്നു, 3 സാമങ്ങളെ കൊണ്ട്, സാമവേദങ്ങൾ. അത് സർവരക്ഷയായ മന്ത്രമാണ്. ത്രിസാമ സാമഗസാമേതി കവചം, പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് മഹാവിഷ്ണു തന്നെ നമ്മുടെ കവചം എന്ന് സങ്കല്പിച്ച് വലത് കൈവിരലുകൾ കൊണ്ട് ഇടത്തെ ചുമലിലും ഇടത് കൈവിരലുകൾ കൊണ്ട് വലത്തെ ചുമലിലും തൊടുക. ഇനി വിശ്വം ദൃശ്യമാക്കിയ പരബ്രഹ്മം തന്നെയാണ് പരമാനന്ദവും ജഗത്തിൻ്റെ മാതാവും പിതാവും എല്ലാം. അതുകൊണ്ട് ആനന്ദം പരബ്രഹ്മേതി യോനി എന്ന് പറഞ്ഞ് നാഭിക്ക് താഴെ, നാഭിക്ക് ചുവടെ സ്പർശിക്കുക, നാഭിയുടെ താഴെയായിട്ട്. ഭഗവാൻ തന്നെയാണ് ഈ ജഗത്ത് മുഴുവനും. അതുകൊണ്ട് വിരലുകൾ കോർത്ത് ധ്യാനനിരതനായിരുന്ന മനസ്സിൽ ധ്യാനിക്കേണ്ട മന്ത്രമാണ് വിശ്വരൂപ ഇതി ധ്യാനം. ആധ്യാത്മിക തലത്തിൽ സാധകൻ്റെ സ്ഥിതി നിലനിർത്തുവാൻ, അതിൻ്റെ അതിർത്തികൾ ഉറപ്പിക്കുവാനാണ് ഋതു സുദർശനകാല ഇതി ദിഗ്ബന്ധക എന്ന് പറഞ്ഞ് വിരലുകൾ ഞൊടിച്ചുകൊണ്ട് സാധകൻ തലയെ ചുറ്റുന്നത്. വിരലുകൾ ഇങ്ങനെ ഞൊടിച്ചുകൊണ്ട് ചുറ്റും, തലയ്ക്ക് ചുറ്റും ഇങ്ങനെ. ദിഗ്ബന്ധം എന്ന് പറഞ്ഞാൽ 10 ദിക്കുകളെയും ബന്ധിക്കുക. ദിഗ്ബന്ധം 10 ദിക്കുകളെയും ബന്ധിക്കുന്ന സ്ഥാനം, അതാണ് ദിഗ്ബന്ധക എന്ന് പറഞ്ഞത്. ഇനി ഋതു സുദർശനകാല ഇത് ദിഗ്ബന്ധക എന്ന് ഇങ്ങനെ സങ്കല്പത്തിൽ ഭഗവാനിൽ തന്നെ സമർപ്പിച്ച ശേഷം എന്താണ്, എന്തിനു വേണ്ടിയാണ് ജപിക്കുന്നത് എന്ന് പറയുന്നതാണ് വിനിയോഗം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സഹസ്രനാമം ജപിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സഹസ്രനാമ ജപേ വിനിയോഗ എന്ന്. ഈ സഹസ്രനാമം ജപിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കായിക്കൊണ്ടാണ് എന്നർത്ഥം.
ഇനി കരന്യാസവും ഹൃദന്യാസവും ചെയ്യുന്ന സമ്പ്രദായവും ഉണ്ട്. കരന്യാസ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ രണ്ട് കൈയിലെയും വിരലുകളെ അതാതിൻ്റെ പേര് വരുമ്പോൾ അടിഭാഗത്ത് നിന്ന് മേൽപോട്ട് ശക്തിയായി അമർത്തി ഉഴിയേണ്ടതാണ്. തള്ളവിരൽ അങ്കുഷ്ടം ചൂണ്ടാണി വിരൽ കൊണ്ടും മറ്റുള്ളവ തള്ളവിരലിനാലും ഉഴിയുകയാണ് പതിവ്. തർജനി എന്നാൽ ചൂണ്ടാണി വിരൽ, മധ്യമ എന്ന നടുവിരൽ, അനാമിക എന്ന പവിത്ര വിരൽ, കനിഷ്ഠിക എന്ന് പറയുന്ന ചെറുവിരൽ. അപ്പം കരതലത്തിൻ്റെ ഉൾഭാഗവും പുറംഭാഗവും കരപൃഷ്ടാഭ്യാം നമ, കരപൃഷ്ടാഭ്യാം നമ എന്ന് പറഞ്ഞ് തടവുന്നു. അപ്പോൾ ഹൃദയന്യാസം ചെയ്യുമ്പം 6 ശിരസ്, അതായത് മൂർത്താവ്, തലയുടെ പിൻഭാഗം, 2 ചുമലുകളും 2 കണ്ണുകളും സ്പർശിക്കേണ്ടതാണ്. അപ്പോൾ വലത്തെ തർജനി മധ്യമ വിരലുകൾ കൊണ്ട് അസ്ത്രായ ഭട്ട് എന്ന് പറഞ്ഞ് ഇടത്തെ കയ്യിൽ അടിക്കുന്ന പതിവുമുണ്ട്. അപ്പോൾ ഗുരുമുഖത്തിൽ നിന്ന് വിശദമായി മനസ്സിലാക്കേണ്ടതാണ് ഈ പദ്ധതി. ഇത് ഒരു ചൂണ്ടുപലക മാത്രമാണ്. മുകളിൽ ഈ മുകളിൽ കൊടുത്ത ഇത് അതൊരു ചൂണ്ടുപലക എന്ന് പറഞ്ഞാൽ ഒരു ഇത് മാത്രമാണ്. അത് നമുക്ക് ചെയ്യേണ്ടതൊന്നുമല്ല. മറ്റ് ചില മഹാന്മാർ വ്യാഖ്യാനിക്കുക മന്ത്രം തന്നെയാണ് ഹൃദയമെന്നും മന്ത്രശക്തി നിഷ്പ്രഭമാക്കുവാൻ വരുന്ന ബാഹ്യമായ എതിർവീചികളെ അകറ്റുവാനാണ് അസ്ത്രമെന്നും ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തെ ക്ഷോഭിപ്പിച്ച് ദേവതാശക്തിയെ ഉണർത്തുവാനാണ് നേത്രങ്ങളെ മന്ത്രം ജപിച്ചു തൊടുന്നതെന്നും ദൈവിക ശക്തിക്കൊരു കോട്ടവും തട്ടാതെ കാക്കുവാനാണ് കവചമെന്നും ഈ മന്ത്രശക്തിയുടെ ഉറവിടം കുണ്ടലിനീ ശക്തി എന്ന് കാണിക്കുന്നതാണ് യോനി എന്നും സാധകനെ ഒന്നും അലട്ടാതിരിക്കാനാണ് ദിഗ്ബന്ധമെന്നും ജപ അവസാനം വരെ ഇങ്ങനെ രക്ഷിക്കുന്ന ശക്തികളെ വിമുക്തമാക്കുന്നതാണ് വിമോകമെന്നും പറയുന്നു. ഏത് തരത്തിൽ നോക്കിയാലും ന്യാസം ഭക്തന് ഭക്തിയും ശ്രദ്ധയും നൽകുന്നു. ഒരു മന്ത്രം ജപിക്കുമ്പോൾ അതിന് ഋഷി, ഛന്ദസ്, ദേവത, ബീജം, ശക്തി, മന്ത്രം, കീലകം, അസ്ത്രം, നേത്രം, കവചം, യോനി, ദിഗ്ബന്ധം, ധ്യാനം, വിനിയോഗം, കരന്യാസം, ഹൃദയന്യാസം, ഒടുവിൽ ധ്യാനം. ശരീരത്തിനെ ക്ഷേത്രമാക്കി തൻ്റെ ആത്മാവിൽ തന്നെ ഉപാസനാ ദേവതയെ പ്രതിഷ്ഠിച്ചാൽ ശ്രദ്ധ വർദ്ധിക്കുന്നു. അപ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നും വയലെന്നും ഒക്കെ അർത്ഥമുണ്ട്, വിളനിലം എന്നും ഒക്കെ അർത്ഥമുണ്ട്. അപ്പം വിഷ്ണു സഹസ്രനാമം മാലാ മന്ത്രമാണ്. മന്ത്രങ്ങളെ കൊണ്ട് ഇങ്ങനെ മാലയാക്കിയിരിക്കുകയാണ്. 20 അക്ഷരത്തിൽ കൂടുതലുള്ളവയെ മാലാമന്ത്രം എന്ന് പറയുന്നു. മന്ത്രം മനനം കൊണ്ട് സാധകനെ കാക്കുന്നവയാണ് മന്ത്രം. ത്രാണനം ചെയ്യുക. അപ്പം മനനം ചെയ്ത് ഉറപ്പിക്കുന്നതാണ് മന്ത്രം. അപ്പോൾ കൂടുതൽ മൗനമായി ചൊല്ലിയാൽ ദേവത നമ്മെ കാത്തുകൊള്ളും. ഒന്നും യാചിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ചെന്നിട്ട് എല്ലാ ദിവസവും പറയുന്ന പോലെ ഭഗവാനോട് എനിക്കത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇതൊക്കെ തരണം, അതൊക്കെ തരണം എന്നൊന്നും പറയണ്ട, യാചിക്കണ്ട. അല്ലാതെ തന്നെ ഭഗവാൻ എല്ലാം തന്നോളും എന്നർത്ഥം. ഇനി ഇതൊന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് മറ്റേ ടോട്ടൽ അർത്ഥത്തിലേക്ക് പോകാം. നമ്മൾ വേദവ്യാസോ ഭഗവാൻ ഋഷി എന്ന് പറയുമ്പോൾ ആദ്യം അസ്യ ശ്രീ വിഷ്ണു ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ എന്ന് കൈകൾ കൂപ്പിക്കൊണ്ട് പറയുക. ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി എന്ന് പറഞ്ഞിരുന്നത് ഗുരുവന്ദനം ചെയ്തുകൊണ്ട്, ഗുരുവിനെ വന്ദിച്ചുകൊണ്ട്, പിന്നെ മൃഗമുദ്ര നെറുകയിൽ വെച്ചുകൊണ്ട്, മൃഗമുദ്ര അത് നെറുകയിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുക. അനുഷ്ടുപ്പ് അത് ഛന്ദസുവൃത്താണ്. വലത് കൈവിരൽ ചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട്. ബ്രഹ്മ വിഷ്ണു പരമാത്മാ ശ്രീമാൻ നാരായണോ ദേവത മാറിടത്തിൽ കൈവച്ചുകൊണ്ട് ചെയ്യുക. അമൃതാംശുൽഭവോ ഹൃദയത്തെ
വലത് കൈകൊണ്ട് ഹൃദയത്തെ തൊട്ടുകൊണ്ട് പറയുക. ദേവകീ നന്ദന സൃഷ്ടേതി ശക്തി, നാഭിയിൽ തൊട്ടുകൊണ്ട് പറയുക. ഉത്ഭവക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്ര, അത് കൈകൂപ്പിക്കൊണ്ട് പറയുക. ശംഖബൃന്ദകീ ചക്രീതി കീലകം എന്നുള്ളത് ഹൃദയത്തെ തൊട്ടുകൊണ്ട് പറയുക. ശാർഗധന്വാ ഗദാധര ഇതി അസ്ത്രം, വലത്ത് കൈയിലെ ചൂണ്ടാണി വിരലും നടുവിരലും കൊണ്ട് ഇടത്തെ കൈപ്പത്തിയിൽ അടിക്കുക. പൂജാവിധികളാണ് പറയുന്നതെല്ലാം. രഥാംഗമാണിരക്ഷോഭ്യ ഇതി നേത്ര, അപ്പോൾ വിരലുകളുടെ അറ്റം കൊണ്ട് കണ്ണിൽ തൊടുക. സാമകസാമേതി കവചം, ഇടത്തെ വിരലുകളെ വലത്തെ തോളിലും വലത്ത് കൈയിലെ വിരലുകൾ ഇടത്തെ തോളിലും സ്പർശിക്കുക. ആനന്ദം പരബ്രഹ്മേതി യോനിഹി, നാഭിയിൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. ഋതു സുദർശന കാല ദിഗ്ബന്ധ ഇതി ദിഗ്ബന്ധ, കൈകൾ ഞൊടിച്ചുകൊണ്ട് തലയ്ക്ക് ചുറ്റും ദിഗ്ബന്ധം ചെയ്യുക 10 ദിക്കുകളെയും. ഇത്രയേ ഉള്ളൂ. പിന്നെ ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സമസ്ത പാപക്ഷയാർത്ഥേ ജപേ വിനിയോഗം. ഇനി ഒന്നും കൂടി അത് ഒന്ന് വിശദീകരിച്ച് തരാം. അതായത് ഇത് മുഴുവൻ ഒന്ന് ചൊല്ലിയിട്ട്. അസ്യ ശ്രീ വിഷ്ണു ദിവ്യസഹസ്രനാമസ്തോത്ര മഹാമന്ത്രസ്യ ശ്രീവേദവ്യാസോ ഭഗവാൻ ഋഷി അനിഷ്ടുപ്ഛന്ദഃ ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമാൻ നാരായണോ ദേവത അമൃതാംശുൽഭവോ ഭാനിരിതി ബീജം ദേവകീ നന്ദന സൃഷ്ടേതി ശക്തി ഉത്ഭവക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്രഃ ശംഖബൃന്ദകീ ചക്രീതി കീലകം ശാർഗധന്വ ഗദാധര ഇതി അസ്ത്രം രഥാംഗപാണിരക്ഷോഭ്യതി നേത്രം സാമകസാമേതി കവചം ആനന്ദം പരബ്രഹ്മേതി യോനിഹി ഋതു സുദർശന കാല ഇതി ദിഗ്ബന്ധ ശ്രീ വിശ്വരൂപ ഇതി ധ്യാനം. ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സഹസ്രനാമ ജപേ വിനിയോഗ. ഇനി അതിൻ്റെ ഇതെന്താന്ന് ഷോർട്ടായിട്ടാ. ഈ ദിവ്യമായ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ഋഷി ഭഗവാൻ വേദവ്യാസനാണ്. അനുഷ്ടുപ്പാണ് ഇതിൻ്റെ വൃത്തം. പരമാത്മാവും നാരായണനുമായ മഹാവിഷ്ണു തന്നെയാണ് ദേവത. അമൃതാംശുൽഭവ എന്ന ഇനി ഈ ദിവ്യമായ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ വേദവ്യാസന് ഛന്ദസ് ഋഷി ഇതൊക്കെ പറഞ്ഞു. ഇനി ബീജം അല്ലേ, മന്ത്രഫല അമൃതാംശുൽഭവം എന്നാണ് മന്ത്രഫലം വരുന്ന ബീജം. ദേവകീ നന്ദന എന്ന നാമമാണ് ആ ബീജത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി. സൃഷ്ടിയുടെ ആദ്യപടിയായ ക്ഷോഭണം അഥവാ പരബ്രഹ്മമാണ് പരമമായ മന്ത്രം. ശംഖ്, ചക്രം, ഗദ എന്നിവ ധരിച്ച ദേവൻ തന്നെയാണ് കീലകം എന്ന് പറയുന്നത്. എല്ലാ തടസ്സങ്ങളെയും മാറ്റി ഇനി ഇവിടെ സുദർശന ചക്രം കയ്യിലിരിക്കുന്ന അക്ഷോഭ്യനായിരിക്കുന്ന പാർത്ഥസാരഥി
സൂക്ഷ്മദൃക്കായി നമ്മളെയൊക്കെ രക്ഷിക്കുന്നു. 3 സാമങ്ങളാൽ കീർത്തിക്കപ്പെടുന്ന മഹാവിഷ്ണു നമുക്ക് ലോക കവചമായി, രക്ഷാകവചമായി ഭവിക്കുന്നു. ആനന്ദരൂപിയായ പരമാത്മാ തന്നെയാണ് ലോകത്തിൻ്റെ ഉറവിടം. സാധകൻ്റെ ചുറ്റും സുരക്ഷിത വലയം സൃഷ്ടിക്കുന്നു. ഋതുരൂപിയും സുദർശനനും കാലരൂപിയുമായ മഹാവിഷ്ണു അപ്പോൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഋതുരൂപിയും സുദർശനും കാലരൂപിയുമായ മഹാവിഷ്ണു ലോകരൂപിയായ ഭഗവാൻ തന്നെയാണ് സകലതും എന്ന് ധ്യാനിക്കണം. ഇതാണ് അതിൻ്റെ സങ്കല്പം, ധ്യാനം. ഇനി സകല പാപങ്ങളും അകന്ന് മഹാവിഷ്ണുവിൻ്റെ പ്രീതി സിദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹസ്രനാമം ജപിക്കുന്നത് എന്ന് വിനിയോഗം. അപ്പോൾ ആ ശ്ലോകം അത്രയും നമുക്കൊന്ന് വായിക്കാം. അത്ര വിശദീകരിക്കാനൊന്നുമില്ല, വായിക്കാം. അസ്യ ശ്രീ ദിവ്യസഹസ്രനാമ സ്തോത്രമഹാമന്ത്രസ്യ ശ്രീവേദവ്യാസോ ഭഗവാൻ ഋഷിഃ അനുഷ്ടുപ്ഛന്ദഃ ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമാൻ നാരായണോ ദേവത അമൃതാംശുൽഭവോ ഭാനിരിതി ബീജം ദേവകീനന്ദന സൃഷ്ടേതി ശക്തി ഉത്ഭവക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്രഃ ശംഖവൃന്ദന്തകീ ചക്രീതി കീലകം ശാർഗധനു അഗദാധര ഇതി അസ്ത്രം ത്രിസാമ സാമകസാമേതി കവച ആനന്ദം പരബ്രഹ്മേതി യോനിഃ. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ധ്യാനങ്ങൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹരിയും. അടുത്ത ക്ലാസ്സിൽ ധ്യാന ശ്ലോകമാണ്. 4 ധ്യാന ശ്ലോകങ്ങൾ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി.